ഹായ് കൂട്ടുകാരെ, നലേഹ റഫീഖിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ക്യാരറ്റ് കൊണ്ടൊരു നല്ലൊരു അടിപൊളി ഐറ്റവുമായിട്ടാണ് ചേച്ചി വന്നേക്കുന്നത്. അടിപൊളിയാണ്, ഒരു നാടൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു പിള്ളേർക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാവുന്ന ഒരു സ്വീറ്റാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പം നമ്മൾ ക്യാരറ്റ് മേടിച്ച് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനൊരു 1/4 കിലോളം ക്യാരറ്റ് മേടിച്ച് നല്ല തൊലിയൊക്കെ നല്ലോണം ഒന്ന് കളഞ്ഞ് കഴുകി ചെറുതാക്കി അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതൊന്ന് നമുക്ക് അടിച്ചുകൊണ്ട് വരാം. കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാനൊരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇതിനകത്തായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഞാൻ നല്ലോണം ഒന്ന് അരിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് നമുക്ക് ഇതിനകത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി നമുക്കൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. അപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലോണം ഒന്ന് കുറുകി വറ്റി വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തായിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ തീർത്തിട്ടില്ല. 1/4 ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മധുരം ആവശ്യമുള്ളതുപോലെ നിങ്ങൾക്കിടാം. നല്ലോണം ഒന്ന് പഞ്ചസാരയും കൂടിയിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ഇടേണ്ടത്, നമ്മൾ കോൺഫ്ലവർ മേടിച്ചിട്ടുണ്ട്. അത് കൂടി കുറച്ചിട്ട് കൊടുക്കാം. ഒരു 2-2.5 സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അതും കൂടിയിട്ട് നല്ലോണം ഒന്ന് നമുക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂണ് കൊണ്ട് നല്ലോണം ഒന്ന് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് അലിപ്പിച്ച് എടുക്കാം. നല്ല അടിപൊളി നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലൊരു ഇതാണ്. പിള്ളേരൊക്കെ കഴിക്കും. ഇത് ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾ ഇത് കഴിക്കും. നല്ല അതേപോലത്തെ ഒരു ടേസ്റ്റാണ്. ഒരു വട്ടം കഴിച്ചാൽ പിന്നെയും ഉണ്ടാക്കി കഴിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും. ക്യാരറ്റ് തോരനൊന്നും ചില കുട്ടികൾ കഴിക്കില്ല. അപ്പം ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങളൊക്കെ അത് കഴിക്കും. ഒന്ന് തിളക്കും. നമുക്കിനി ഒരു നാരങ്ങ എടുത്തിട്ടുള്ള നാരങ്ങയുടെ നീര് നമുക്ക് പിഴിഞ്ഞ് ഒഴിക്കാം. നല്ല നീരുള്ളതാണെങ്കിൽ പകുതി മതി. ഇപ്പോൾ ഇത് ഞാൻ എടുത്തത് ചെറിയ നീര് കുറവുണ്ട്. അപ്പോൾ ഞാനൊരു പകുതി കൂടി എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങ നീരും കൂടി നല്ലോണം ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു പോകും. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി. ഇനി നമുക്ക് നെയ്യ് ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഞാനിപ്പോൾ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു കഷ്ണം ബട്ടറുണ്ട്. ഞാൻ ആ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ബട്ടർ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ബട്ടറും കൂടി ഇട്ട് നല്ലോണം ഒന്ന്, ഇപ്പോൾ ബട്ടർ കട്ടയാണെങ്കിൽ അത് ചൂടി ചെല്ലുമ്പോൾ മിക്സ് ആയിക്കോളും. അതും കൂടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് വറ്റിയിട്ടുണ്ട്. നല്ല ഈ ഒരു രീതി വേണം വറ്റിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കോൺഫ്ലവർ കൂടി നമുക്ക് ഇതിൻ്റെ പുറമേ ഒന്ന് തൂളി കൊടുക്കാം. അവർ നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും. നല്ലൊരു അടിപൊളി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഹൽവയെന്നും പറയാം, ക്യാരറ്റ് സ്റ്റേറ്റ് എന്നും പറയാം. അടിപൊളിയായിട്ട് പറ്റി നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഞാനൊരു പാത്രം വെച്ചിട്ട് ഒരു ചതുരത്തിലുള്ളൊരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ നെയ്യ് പുരട്ടിയിട്ട് അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് വേറൊരു ബൗളിലോട്ട് ഇട്ടത് മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നമ്മളെല്ലാം നല്ലോണം കുറുക്കി നമ്മളൊരു ബൗളിനകത്താക്കി ഒരു 15 മിനിറ്റോളം നമ്മൾ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. നമുക്കത് എങ്ങനെയായെന്ന് നോക്കാം. നമുക്കിപ്പോൾ ചേച്ചി കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിപ്പോൾ വിഷമിച്ച് വന്നേക്കണേണ്. കുറച്ച് അല്പം പണിയൊക്കെ ഉണ്ടായി മക്കളെ.
അപ്പോൾ നമുക്കിത് എങ്ങനെയായെന്ന് നോക്കാം നമ്മുടെ ഹൽവ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കിതിന്ന് മുറിച്ച് കഷ്ണങ്ങളായിട്ട് വെക്കണം. അടിപൊളി. അപ്പോൾ നമ്മുടെ അടിപൊളി ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റാണ്. ആ ചേച്ചി തന്നെ ഇത്രയും എടുത്ത് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം. കൊള്ളാം, അടിപൊളി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം നമുക്ക്. നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാന്ന് നോക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി കാണാം. ടാറ്റാ, ബൈ ബൈ.